ഇന്നത്തെ വീഡിയോയിൽ അയലയും മുരിങ്ങയ്ക്കയും വെച്ചുള്ളൊരു മീൻ കറിയാണ് തയ്യാറായി കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അതിനായിട്ട് ഞാൻ 2-3 അയലയെല്ലാം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മസാല തയ്യാറാക്കാം. 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ തിരുമിയതും 2 കഷ്ണം ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത മിക്സും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. അയല കഷ്ണം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാവുന്നതാണ്. വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇളക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 തൊട്ട് 10 മിനിറ്റ് വരെയാണ് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അയലയില ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെരടിയിട്ട് ഇതൊന്ന് ചട്ടി ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.